വടക്കൻ കേരളത്തിൽ വ്യാപക മഴക്കെടുതികളിൽ 3 മരണം. പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ സ്ത്രീ മരിച്ചു. വയനാട്ടിൽ ചൂരൽമലയിൽ വീടിന് മുകളിൽ മരം വീണ സ്ത്രീക്ക് പരിക്കുപറ്റി. മധ്യകേരളത്തിലും വ്യാപക നാശനഷ്ടമുണ്ട്. ലോവ പെരിയാർ വൈദ്യുതി നിലയത്തിൽ മണ്ണിടിഞ്ഞ് വീണ് 2 ഫീഡറുകൾ തകർന്നു. 1.5 കോടി രൂപയുടെ നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലുവയിൽ ശിവക്ഷേത്രം ഭാഗികമായി മുങ്ങി. ഇർഫാൻ ഇബ്രാഹിം സേട്ടുണ്ട് കോഴിക്കോട് നിന്ന്. ഇർഫാൻ, കോഴിക്കോട് രാവിലെ അതിശക്തമായ മഴയായിരുന്നു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. പലയിടങ്ങളിലും കനത്ത നാശനഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കോഴിക്കോട് നിന്നുള്ളൊരു സാഹചര്യം എങ്ങനെയാണ് ഇർഫാൻ? അതിര കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്ക് ഒരല്പം ശമനമുണ്ട് എന്ന് പറയാൻ കഴിയും. രാവിലെ മുതൽ തുടർച്ചയായി പെയ്യുന്ന തോരാ മഴയായിരുന്നു. ഇപ്പോഴാണ് ഒരല്പം ശമനം കോഴിക്കോട് നഗരത്തിൽ വന്നത്. എങ്കിലും കോഴിക്കോട് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ സാധ്യതയും അല്ലെങ്കിൽ ഒരു ഭീഷണിയും നിലനിൽക്കുന്ന ഒരു മലയോര പ്രദേശം തന്നെയാണ് കോഴിക്കോട് ജില്ല. അതോടൊപ്പം തന്നെ തീരദേശത്തും അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട്. മാത്രമല്ല മാവൂരിൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഒരു കുടുംബവും അതോടൊപ്പം തന്നെ കുടുംബത്തിലെ 6 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ മാവൂരിൽ ഈ കച്ചേരിക്കുന്ന് സാംസ്കാരിക നിലയത്തിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. മാവൂരിൽ 2 പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ജില്ലയിൽ ആകെ പലയിടങ്ങളിലും വ്യാപകമായി മരങ്ങൾ കടപുഴകി വീഴുന്നൊരു സാഹചര്യമുണ്ട്. ഫറൂഖിൽ അതിശക്തമായ മഴയിൽ ഇന്ന് പുലർച്ചെ ഒരു വീട് തകർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും ആളപായമില്ല എന്നുള്ളത് വലിയ ആശ്വാസകരം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി ജില്ലയിൽ പൊതുവിൽ ഉണ്ട്. മഴക്കെടുതിയും കാര്യമായി തന്നെയുണ്ട്. നഗരത്തിൽ പലയിടങ്ങളിലും പ്രധാനപ്പെട്ട SM സ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്റ്റേഡിയം, പുതിയ സ്റ്റാൻഡ് പരിസരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷം തന്നെയാണ്. വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്നൊരു സാഹചര്യം നിലവിൽ കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോട് നഗരത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ വെള്ളക്കെട്ടിൻ്റെ പ്രധാനമായ കാരണങ്ങളിലൊന്നായി പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബീച്ച് ഹോസ്പിറ്റൽ പരിസരത്തും ഇത്തരത്തിൽ സമാനമായ രൂപത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഉയർന്ന തിരമാല അടിക്കുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ അതിശക്തമായ കാറ്റുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ ഇറങ്ങരുത് എന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുള്ളത്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾ സജ്ജം തന്നെയാണ്. മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. KSEB ഇത് കൃത്യമായി തന്നെ കോഴിക്കോട് അല്പം മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ആശ്വാസകരമായ വാർത്ത. നിഖിൽ ഉണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, കണ്ണൂരിലും ഇത്തരത്തിൽ രാവിലെ തൊട്ട് ശക്തമായ മഴയായിരുന്നു. കണ്ണൂർ ഓറഞ്ച് അലേർട്ടിന്റെ പരിധിയിൽ തന്നെയാണ് തുടരുന്നതും. ഒരു സ്ത്രീ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു എന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് കണ്ണൂരിൽ ഇപ്പോഴും മഴയുണ്ടോ? എന്താണ് കണ്ണൂരിലെ സാഹചര്യം? അതിരാ, കണ്ണൂരിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഞാൻ ഇപ്പോഴുള്ളത് കണ്ണൂരിലെ എളയാവൂരിലാണ്. എളയാവൂരിൽ നിന്ന് താഴെ ചൊവ്വയിലേക്ക് പോകുന്ന റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. റോഡിൽ മാത്രമല്ല, ഈ പരിസരത്തെ വീടുകളിലും വെള്ളം കയറി ആളുകൾക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഈ റോഡരികിലുള്ള വീടുകളാണ്. ഈ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. 5ഓളം വീടുകളിലേക്ക് ഇപ്പോൾ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. സമാനമായി പലയിടങ്ങളിലും, കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലും ഇത്തരം വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ഭാഗികമായെങ്കിലും തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ആതിര സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് മട്ടന്നൂരിൽ. ഒപ്പം മലയോര മേഖലയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ കൊച്ചിയിൽ സഹിൻ ആന്റണി കൂടി ചേരുന്നുണ്ട്. കൊച്ചിയിൽ മഴ രൂക്ഷമാണ് എന്നാണ് മനസ്സിലാകുന്നത്. മഴക്കെടുതിയും അതോടൊപ്പം തന്നെയുണ്ട്. സഹിൻ, എത്തരത്തിലാണ് കൊച്ചിയിലെ സാഹചര്യം? മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? അവിടെ മരം മുറിഞ്ഞു വീണതടക്കമുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? അതിൽ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കൊച്ചിയിൽ കളമശ്ശേരി ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയും വലിയ ഗതാഗത കുരുക്കാണ് പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും പലയിടങ്ങളിലും മരം കടപുഴകി വീഴുകയാണ്. ഇത് ഈ കാണുന്നത് പോലെ തന്നെ ഇത് കമ്പനിപ്പടിയിലും ഒപ്പം തന്നെ ഏലൂരിലും മധ്യയുള്ള ഒരു പാലമാണ്. ആ പാലത്തിലാണ് ഇത്തരത്തിൽ മഴയെ തുടർന്ന് മരം കടപുഴകി വീണിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അവർ ഈ മരം മുറിച്ചു മാറ്റാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗതാഗതം ഇവിടെ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ തന്നെയാണ് ഇത്. എപ്പോഴാണ്
എപ്പോഴാണ് ഈ മരം വീണത്? ഒരു 10 മണിയുണ്ടാവും. നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു. കാറ്റത്ത് ചുഴലിക്കാറ്റ് വരെയുള്ള കാറ്റ് വന്നിട്ടാണ് 2 മരം വീണത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനും ഇലക്ട്രിസിറ്റി ബോർഡിലും അറിയിച്ചായിരുന്നു. അപ്പോൾ തന്നെ അവർ വന്നു ഇതിൻ്റെ റോഡ് ക്ലിയർ ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങിയിരുന്നു. ഗതാഗതം പൂർണ്ണമായിട്ട് സ്തംഭിച്ചു. ഗതാഗതം പൂർണ്ണമായിട്ട് ഇതേപോലെ തന്നെ ലൈൻ കമ്പിയിലും വീണിട്ടുണ്ട്. 2 സൈഡ് ലൈൻ കമ്പിയിലും വീണിട്ടുണ്ടായിരുന്നു. തന്നെയാണ് അതിൽ കാണുന്നത് പോലെ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ലൈൻ കമ്പിയിലേക്കാണ് പൂർണ്ണമായിട്ടും മരം മറിഞ്ഞു വീണിരിക്കുന്നത്. അത് എടുത്തു മാറ്റുന്നതിനുള്ള ഒരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. പല ഭാഗത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെടുന്നുണ്ട്. കാരണം മരം ഇത്തരത്തിൽ കടപുഴകി വീഴുകയാണ് പലയിടങ്ങളിലും. നേരത്തെ ഇന്നലെയെല്ലാം ആലുവ, തൃപ്പൂണിത്തറ, തോപ്പമ്പടി, പള്ളൂരുത്തി ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മരം വീണ് വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. മാത്രമല്ല പറവൂർ ഭാഗത്ത് 2 വീടുകൾക്ക് പൂർണ്ണമായും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കോതമംഗലത്തും ഇത്തരത്തിൽ തന്നെയാണ്. പലയിടങ്ങളിലും മരം വീഴുകയും ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആലുവയിൽ നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആലുവ ശിവക്ഷേത്രം ഭാഗികമായി ശിവക്ഷേത്രത്തിലേക്ക് വെള്ളം കയറിയ അവസ്ഥയാണുള്ളത്. മാത്രമല്ല പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് പൂർണ്ണമായും അവിടെ നിന്ന് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പെരിയാറിലേക്ക് ക്രമാതീതമായി വെള്ളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എറണാകുളം ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി പെയ്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സും പോലീസും എല്ലാം കൃത്യമായി അവർക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കേടുപാടുകൾ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ വലിയ ഗതാഗത കുരുക്കൊന്നുമില്ലാതെ തന്നെ ഇവിടെ ജനങ്ങളെ കടത്തിവിടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ആതിര, ശരി. കൊച്ചിയിൽ കനത്ത മഴയെയും കാറ്റിനെയും തുടർന്ന് കമ്പിരിപ്പടി കളമശ്ശേരിയിലാണ് ഇത്തരത്തിൽ മരം റോഡിലേക്ക് മറിഞ്ഞു വീണത്. അത് മുറിച്ചു മാറ്റുന്നത് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗതാഗത തടസ്സം അടക്കം മാറ്റിയിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു സഹിൻ.